ജിമ്മി, ഇത് വേടനെ ഒഴിവാക്കാൻ ഉള്ളൊരു ബോധപൂർവമായ ശ്രമം എന്ന നിലയിലാണ് ഇപ്പോൾ പല രീതിയിലും അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്താണ് കരുതുന്നത്? വേടനെ ഒഴിവാക്കാനാണോ ഈ നീക്കം? വേടനെ ഒഴിവാക്കണോ? ചരിത്രത്തിൽ നിന്ന് തുടങ്ങണം. കുമാരനാശാൻ്റെ ദുരവസ്ഥ നിരോധിക്കപ്പെടുന്നത് ഇതുപോലെ തന്നെ BA മലയാളമാണ്. വളരെ മനോഹരമാണ് അതിൻ്റെ ചരിത്രം. നോക്കൂ, BA മലയാളത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. BA മലയാളത്തിൽ തന്നെ ഇപ്പോൾ വേടനും വന്നു നിൽക്കുന്നു. ദുരവസ്ഥയിൽ കീഴാളനായ ഒരു മനുഷ്യൻ അന്തർജനം കിടക്കപ്പായിലേക്ക് ക്ഷണിക്കുന്നു. എക്സാക്ട്ലി അതായിരുന്നു എൻ്റെ പ്രശ്നം. സദാചാര പ്രശ്നമായിരുന്നു അന്ന് ഉന്നയിച്ചത്, അല്ലാതെ വേറൊന്നും സദാചാര പ്രശ്നമാണ്. ജാതി മതമൊന്നും പറയാൻ ഭയമായതുകൊണ്ടോ അതിൽ ചിലവാകാത്തതുകൊണ്ടോ സദാചാര പ്രശ്നം പറയുന്നു. അത് ദുരവസ്ഥ എന്ന് പറയുന്ന മഹാകവി കുമാരനാശാൻ്റെ സൃഷ്ടി കേരള യൂണിവേഴ്സിറ്റി കുട്ടികൾ പഠിക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച ഒരു നാടാണ് കേരളം. അവിടെ നിന്ന് കുമാരനാശാൻ്റെ ദുരവസ്ഥ ആരെങ്കിലും വായിക്കാതിരുന്നു? കുമാരനാശാൻ്റെ ദുരവസ്ഥ കേരളം ശ്രദ്ധിക്കപ്പെടാതെ പോയോ? കുമാരനാശാൻ എന്ന് പറയുന്ന മനുഷ്യൻ എന്ന ഈഴവൻ മഹാകവിയായി മാറിയ ഒരു സംസ്ഥാനമാണ് കേരളം. അതാണ് ചരിത്രം. അതുകൊണ്ട് സാഹിത്യ സൃഷ്ടികളെ വിലയിരുത്തുന്ന ആളുകൾ, കാലത്തിന് അനുസരിച്ച് അല്ലാതെ വിലയിരുത്തുന്ന ആളുകൾ ചവറ്റുകുട്ടയിലേക്ക്, ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോവുകയും ഉത്തമമായ കലാസൃഷ്ടികൾ അത് എഴുതിയവർ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്നവരുമായി മാറുകയും ചെയ്യും. ഈ ലോകത്തിൽ നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളുടെ കുറിച്ചൊരു കമ്പൈലേഷൻ ഉണ്ട്. അതിൻ്റെ പേര് ദ ലോസ്റ്റ് വേർഡ്സ് എന്നാണ്. അതിമനോഹരമായ ഒരു കമ്പൈലേഷൻ. അതിനകത്ത് വളരെ വിചിത്രമായ കാരണങ്ങളാൽ ഓരോരോ കാലത്ത് നിരോധിക്കപ്പെട്ട പുസ്തകങ്ങളെക്കുറിച്ചുള്ള കഥയുണ്ട്. ഇവിടെ കേരള സർവകലാശാലയിലെ കുമാരനാശാൻ്റെ ദുരവസ്ഥ നിരോധിച്ചതിന് ശേഷം നമ്മളിപ്പോൾ നേരെ ഒരു 100 വർഷം മുമ്പോട്ട് വന്ന് നമ്മൾ കാലിക്കറ്റ് സർവകലാശാലയിൽ വന്ന് നിൽക്കുമ്പോൾ ഈ പുസ്തകം എങ്ങനെയെങ്കിലും, ഈ കൃതി എങ്ങനെയെങ്കിലും നിരോധിക്കണം എന്ന താല്പര്യം ആർക്കായിരുന്നു? അതിനു മുമ്പേ തുടങ്ങിയതല്ല. ഇത് എത്ര നാളായി തുടങ്ങിയിട്ട്? 8-9 മാസമായി. വേടൻ എന്ന് പറയുന്ന ഒരു റാപ്പ് സംഗീതജ്ഞൻ കേരളത്തിൽ സജീവമായതുപോലെ സംഘപരിവാറിന് ക്രിമികളി തുടങ്ങിയതാണ്. എത്ര സംഘപരിവാർ നേതാക്കൾ, സംഘപരിവാറിലെ എത്ര സംഘടനകൾ വേടനെതിരെ പറഞ്ഞു തുടങ്ങിയതാണ്. എന്തായിരുന്നു പ്രശ്നം? വേടൻ നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, വേടൻ ജാതീയത പറയുന്നു. കേരളം ജാതിയില്ലാത്ത നാടാണല്ലോ. അങ്ങനെ ജാതീയത പറഞ്ഞ കേരളത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ടാക്കുന്നു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഹിന്ദു സമൂഹത്തെ എല്ലാത്തിനും കൂടെ കെട്ടിപ്പിടിച്ച് നമ്പൂതിരി മുതൽ നായാടി വരെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ വേടൻ അവർക്കൊരു പ്രശ്നമാണെന്നേ. വേടൻ പ്രശ്നമായത് ജാതിയിലെ പ്രശ്നങ്ങൾ പറയുന്നത് കൊണ്ടാണ്. വേടനായി ജനിച്ച മനുഷ്യൻ, അയാളുടെ പേര് തന്നെ അതിൻ്റെ ഒരു എപ്പിറ്റോമാണ്. ഓരോ ജാതിയിൽ ജനിച്ച മനുഷ്യൻ അത് എങ്ങനെയാണ് അത് അനുഭവിക്കുന്നതാണ് അയാളുടെ പാട്ടുകളിലൂടെ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ വേടൻ എന്ന ആളിന്, വേടൻ എന്ന ഒരു വലിയ ഒരു സംഗീതജ്ഞന് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകും തടയാനാണ് ആദ്യം ശ്രമിച്ചത്. അത് 8 നിലയിൽ ചീറ്റിപ്പോയി. ഇത് മനസ്സിലാക്കി വേടനെതിരെ കേസെടുത്ത സമയത്ത് ഇടതുപക്ഷം വളരെ കൃത്യമായി വേടനെ ചേർത്ത് നിർത്തുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ സംഘപരിവാരം നേരെ തിരിച്ചാണ്. ഇപ്പോഴും അതേ നിലപാടാണ്. എന്നിട്ട് നോക്കൂ, വേടനെ അടിക്കാൻ അടുത്ത ഒരു വഴി കിട്ടാൻ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കാലിക്കറ്റ് സർവകലാശാലയിലെ BA മലയാളത്തിൽ ഇത് വരുന്നത്. അതിനകത്തെ പരാതിയിലെ വരി, എന്തിനാണ് ഈ പുസ്തകം നിരോധിച്ചത് എന്നുള്ളത് ഒരു കാര്യം, പക്ഷേ പരാതിയിലെ വരികൾ വളരെ രസകരമാണ്. വേടൻ്റെ ഗാനം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ 8 മാസമായി സംഘപരിവാരം പറഞ്ഞ അതേ വാചകമാണ് പരാതിയിലുള്ളത്. അല്ലാതെ ഡോക്ടർ MM ബഷീർ ഇപ്പോൾ ഇത് നിരോധിക്കാൻ പറഞ്ഞ കാരണം അവസാനമേ വരുന്നുള്ളൂ. തെറ്റായ സന്ദേശം കൊടുക്കുന്നു. പിന്നെ ഗൗരി ലക്ഷ്മി പാടിയപ്പോൾ ഭക്തി മാറിപ്പോയി, വേറൊരു വാദമാണ്. എന്ന് വെച്ചാൽ കഥകളി പദം വളരെ ഭക്തിയോടെ പാടേണ്ടത് ഒന്നാണെന്നും അത് ശാസ്ത്രീയ സംഗീതത്തിൽ അവർ പാടിയപ്പോൾ അതിൻ്റെ ഭക്തി മാറിപ്പോയി എന്നും പറയാണ്. ഭക്തി മാറിപ്പോയാൽ എന്താണ് കുഴപ്പം എന്ന് ഒരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ മറുപടി? പുതിയ കാലത്ത് അങ്ങനെ പുതിയ എത്ര പാട്ടുകൾ വന്നിട്ടുണ്ട്. ആലായാൽ തറ വേണം എന്ന പാട്ടിൻ്റെ കൗണ്ടർ നമ്മൾ കേട്ടില്ലേ? ആലായാൽ തറ വേണോ എന്ന് ചോദിച്ചിരുമ്പോൾ പാട്ടുണ്ടായില്ലേ? അന്നെന്തായിരുന്നു പുകിൽ? അപ്പോൾ കാലം പല കാര്യങ്ങളെയും മാറ്റി വായിക്കാൻ ശ്രമിക്കുമ്പോൾ, പുതിയ ആഖ്യാനങ്ങൾ ചമയ്ക്കുമ്പോൾ അതിനെ തടയലാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അത് കുമാരനാശാൻ്റെ കാലത്തായാലും അങ്ങനെയാണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന കാലത്തും അങ്ങനെയാണ്. ഡോക്ടർ MM ബഷീർ ഇതിന് പറഞ്ഞ ന്യായം, ഈ സംഗീതം പഠിക്കാൻ കുട്ടികൾക്ക് കഴിവില്ല, അത് താരതമ്യം ചെയ്യാനുള്ള കഴിവില്ലെന്ന്. എനിക്കറിയില്ല, ഞാനൊരു അക്കാഡമീഷ്യൻ ഒന്നുമല്ല. പക്ഷേ ഈ പരാതി വന്ന വഴി നോക്കുമ്പോൾ ഇതിന് ഒരു കാരണം നോക്കിയിരിക്കുകയായിരുന്നു. അവസാനം പറഞ്ഞു വെച്ച കാരണം ഇതാണ്. അത് ഞാൻ പറയാൻ കാരണം, ഈ സിലബസ് എടുത്ത് നോക്കുമ്പോൾ താരതമ്യ പഠനം എന്നാണ് പറയുന്നത്. വേടൻ്റെ ഗാനവും അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൻ്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസ് എന്നതും തമ്മിലുള്ള താരതമ്യ പഠനമാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം പറയുകയാണ്, താരതമ്യ പഠനം എന്നാൽ ഗാനത്തിൻ്റെയും സംഗീത
ത്തെക്കുറിച്ചുള്ള താരതമ്യമാണ് ഉദ്ദേശിക്കുന്നത്. എന്താ കാര്യം? അതിന് അദ്ദേഹം മുകളിലൊരു ന്യായം പറയുന്നുണ്ട്. റാപ്പ് സംഗീതത്തിന് നൃത്ത ചുവടുകൾക്കും ചലനങ്ങൾക്കുമാണ് പ്രാധാന്യം. സാഹിത്യ ഭംഗിയോ സംഗീത മേന്മയോ ഇല്ല. റാപ്പ് സംഗീതം ഡാൻസ് ആണെന്നാണ് പറഞ്ഞത്. റാപ്പ് സംഗീതം ഡാൻസേ അല്ല. ഇത് അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരൻ്റെ പാട്ടായി തുടങ്ങിയതാണ്. പാട്ടിനൊപ്പം താളങ്ങളുണ്ടാകും, പക്ഷേ അതിൻ്റെ വരികൾ, അതിൻ്റെ സംഗീതം, അതിൻ്റെ താളം, നൃത്തം പിന്നെയാണ് സർ, നൃത്തം പിന്നെയാണ്. അത് വളരെ മനോഹരമായി വന്നു തുടങ്ങിയ കഥയാണ്. സിറിയാനിൻ മാറിന മുറിവിൽ ചോരയലിപ്പതിൻ ഈച്ചയരിപ്പു എന്ന് തുടങ്ങുന്ന ഗാനം, അയലിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളപ്പു എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതാണ് വേടൻ്റെ ഈ നിരോധിക്കപ്പെട്ട ഗാനം. ഇതിൽ സാഹിത്യമില്ല, ഇതിന് ഭംഗിയില്ല, ഇതിന് സംഗീതമില്ല, ഇതിന് താളമില്ല എന്ന് പറയുന്നതിൻ്റെ ഞാനിപ്പോഴും പറയുന്നു, ഞാനൊരു അക്കാഡമിഷ്യനല്ല, ഡോക്ടർ എം എം ബഷീറിനോട് തർക്കിക്കാനൊന്നും ഞാൻ ആളല്ല. പക്ഷേ അതിന് സാഹിത്യവും അതിനകത്ത് അക്ഷരഭംഗിയും ഇല്ല എന്ന് പറയുന്നത് വളരെ കഷ്ടമാണെന്നേ പറയാനുള്ളൂ. ഇത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൻ്റെ കൂടെ ഭാഗമാണ്. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിലെ സംഘപരിവാരം ടെക്സ്റ്റ് ബുക്കുകളെ അരിച്ചരിച്ചരിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ ഇങ്ങ് കർണാടകം വരെ എത്ര സ്ഥലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയും വിവാദങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഗുജറാത്തിലെ ജർമ്മനിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഹിറ്റ്ലർ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളെക്കുറിച്ച് പരാമർശമില്ല എന്നുള്ളത് വലിയ വിവാദമായി കണ്ടതല്ലേ. കർണാടകത്തിൽ ടിപ്പു സുൽത്താൻ്റെ പാഠഭാഗങ്ങൾ അങ്ങ് കുറയ്ക്കുകയാണ് കോവിഡിൻ്റെ സമയത്ത്. അതിനുശേഷം തിരിച്ചൊന്ന് കൊണ്ടുവന്നു, പിന്നെ വീണ്ടും തിരിച്ചു മാറ്റി. ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്ന് നമ്മളൊരു വാർത്ത വായിച്ചില്ലേ, മുഗൾ ഭരണകൂടത്തെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പറയാതെ അതങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഈ ഭൂതകാലത്തെ നന്നാക്കാനുള്ള ഈ ശ്രമം ഉണ്ടല്ലോ, ഭൂതകാലത്തിൽ നടന്ന പല കാര്യങ്ങളും അത് അങ്ങനെയല്ല സംഭവിച്ചത്. അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ വന്നതിന് ശേഷം പോറസ് അലക്സാണ്ടർ ചക്രവർത്തിയെ തോൽപ്പിച്ചു. അന്ന് അമ്പ് കൊണ്ടിട്ട് അലക്സാണ്ടർ ചക്രവർത്തി മാസിഡോണിയയിൽ പോയി മരിച്ചു. ഇങ്ങനെയുള്ള കഥകൾ പറഞ്ഞ് ഭൂതകാലത്തെ തിരുത്താൻ ശ്രമിച്ച എന്ത് ചെയ്യും? ഒരു കാലത്ത് പല രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പണ്ട് ഇത്തരം പുറത്തു നിന്ന് ആളുകൾ വന്ന് തോറ്റപ്പം മുണ്ടില്ലാതെ ഓടിയ നമ്മളെന്ത് ചെയ്യണം? അത് പഴയ കാര്യമല്ലേ, അത് കഴിഞ്ഞു. അത് ഇപ്പോഴും എന്തോ വലിയ മുറിവായി കൊണ്ട് നടക്കുക, അന്നത്തെ കാര്യങ്ങളെ അംഗീകരിച്ച് മിണ്ടാതെ മുന്നോട്ട് പോവുകയല്ലേ ചെയ്യേണ്ടത്? പുതിയ ഇന്ത്യയെക്കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്? പണ്ട് കാലത്തെ തോൽവികൾ വളരെ വേദനയായി കൊണ്ടു നടക്കുകയും അതിൻ്റെ പേരിൽ വഴിയെ പോകുന്ന പാവപ്പെട്ട മുസൽമാൻ്റെ നെഞ്ചത്ത് കയറുകയും ചെയ്യുന്ന ചരിത്രബോധമേ ഉള്ളൂ ഇവർക്കൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ രാജാക്കന്മാർ വന്ന് ആക്രമണം നടത്തുന്നു പറയുമ്പോൾ എന്തിനാ സെലക്റ്റീവായി മുസ്ലിങ്ങളുടെ കാര്യം മാത്രം പറയുന്നത്? ടിപ്പു സുൽത്താനും മുഗളന്മാരും മാത്രമേ ഇന്ത്യയിൽ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളൂ. ഒരൊറ്റ ഉദാഹരണം പറയാം. മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടക്കാലത്തെക്കുറിച്ചുള്ള ചരിത്ര പരാമർശങ്ങളെക്കുറിച്ച് എന്താ മിണ്ടാത്തത്? തെക്കൻ കൂറിലും വടക്കൻ കൂറിലും വലിയ ആക്രമണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം കത്തിച്ചതിനെക്കുറിച്ചുള്ള ഒരു ലേഖനം ഞാൻ അടുത്തിടെ വായിച്ചതാണ്. അപ്പോൾ അതങ്ങനല്ലേ? ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള വലിയ യുദ്ധങ്ങൾ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലങ്ങൾ ചുട്ടീകരിച്ചിട്ടില്ലേ? അപ്പോൾ വളരെ സെലക്റ്റീവായി പുറത്തു നിന്ന് ആരോ വന്നു, മുസ്ലിങ്ങൾ വന്നു, ഇവിടെ മുഴുവൻ അടിച്ചു തകർത്തു. എന്നിട്ട് അത് അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കുക. തോറ്റതൊന്നും തോൽവിയല്ല, സത്യത്തിൽ ഞങ്ങൾ ജയിച്ചതാണ്, പിന്നെ ഞങ്ങളങ്ങ് വിട്ടുകൊടുത്തതാണെന്ന് പറയുക. ഇങ്ങനെ ചരിത്രത്തെ മാറ്റുന്ന പാഠപുസ്തകങ്ങളെ മുഴുവൻ അരിച്ചരിച്ച് വേറൊരു രീതിയിലേക്ക് തിരിക്കുന്ന ഒരു വലിയ പ്ലാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് വേടൻ്റെയും മറ്റുള്ള ഇത്തരം ആളുകളുടെയും അവതരണം. അവർ വരുന്നത് അപ്പോഴാണ്. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പോൾ വേടൻ വേറൊരു കഥ പറയുകയാണ്. ഇവിടുത്തെ ദളിതൻ്റെ അങ്ങ് സൊമാലിയയിലായാലും കോങ്കോയിലായാലും ശ്രീലങ്കയിലായാലും എല്ലായിടത്തും നടക്കുന്ന മനുഷ്യൻ്റെ വേദനയുടെ കഥ പറയുകയാണ്. എനിക്ക് പക്ഷേ അത്ഭുതം ഈ പാട്ട് കയറി പിടിച്ചത് എന്തുകൊണ്ടാണ്? കാരണം ഇതിനകത്ത് ആകെ ഇന്ത്യയെക്കുറിച്ച് 1-2 വരികളേ ഉള്ളൂ. ബാക്കി മുഴുവൻ ലോകം മുഴുവൻ നടക്കുന്ന ഐറിൻ്റെ കാര്യവും ഒക്കെയാണ്, അഭയാർത്ഥികളായി വന്ന് മരിച്ച മനുഷ്യരുടെ കാര്യമൊക്കെയാണ്. ഈ പാട്ടിനെ തന്നെ സെലക്ട് ചെയ്ത് എന്തായിരിക്കുമെന്ന് ഞാൻ കുറേ നേരം ഈ പാട്ടിൻ്റെ വരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടും ആകെ 2 വരിയേ ഉള്ളൂ. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ പ്രശ്നം, കേരളത്തിൽ ഒരു വലിയ തരംഗമായി മാറുന്ന വേടൻ എന്ന് പറയുന്ന ഈ ഹിരൺദാസ് മുരളിയെ എങ്ങനെയെങ്കിലും ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായൊരു മൊത്തം പ്രോസസ്സാണ്. എവിടെ ഇയാളെ കണ്ടോ അയാളെ എതിർക്കുക. ടെക്സ്റ്റ് ബുക്കിലുണ്ടോ, ശരി, എന്നാൽ അവനെ ടെക്സ്റ്റ് ബുക്ക് നമുക്കങ്ങ് മാറ്റിക്കളയാം എന്ന് തീരുമാനിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ഗൗരി ലക്ഷ്മിയുടെ പ്രശ്നം എന്താ? ഗൗരി ലക്ഷ്മി പാട്ട് പാടുമ്പോൾ അവരുടെ വസ്ത്രധാരണം ശരിയല്ല എന്നുള്ളതായിരുന്നു. ഇവിടുത്തെ ഈ ശാസ്ത്രീയ സംഗീതം പാടുമ്പോൾ അവരുടെ വസ്ത്രധാരണം ശരിയല്ല ഉള്ളതായിരുന്നു വിവാദം. ആ വിവാദം നമ്മൾ മറന്നുപോയിട്ടില്ല. വേടൻ ജാതീയത പറയുന്നു, അതുകൊണ്ട് വേടൻ ശരിയല്ല എന്നുള്ളതാണ് വിവാദം. നമ്മളത് മറന്നിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം മൂടി വെച്ചിട്ട് കുട്ടികൾക്ക് സംഗീതം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന മട്ടിലുള്ള വളരെ ഒഴുക്കൻ മട്ടിലുള്ള ഒരു കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് ഒതുക്കുക എന്നുള്ളതാണ് തന്ത്രം. ഇത് കേരളം മനസ്സിലാക്കുന്നു. 1. 2, ഇത് ഇന്ത്യയിലെ
മൊത്തം പാഠപുസ്തകങ്ങളെ അരിക്കാനുള്ളൊരു പദ്ധതിയുടെ ഭാഗമാണ്, ചരിത്രത്തെ തമസ്കരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതുകൂടി മനസ്സിലാക്കണം. ഒപ്പം കുമാരനാശാൻ്റെ ഒരു കൃതി ദുരവസ്ഥ ഇല്ലാതാക്കിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന ചരിത്രം നിങ്ങളുടെ മുമ്പിലുണ്ട്. വേടൻ നിങ്ങൾക്കും അപ്പുറം മുന്നോട്ട് കുറേ കാലം ജീവിച്ചിരിക്കും. ഇന്ന് ഈ വിയോജനക്കുറിപ്പ് എഴുതിയവരും ഈ പരാതിപ്പെട്ടവരിൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ അടക്കമുള്ളവരുണ്ട് കേട്ടോ. ഈ BJP-ക്കാർ മാത്രമല്ല. എനിക്കത് വളരെ അത്ഭുതകരമായി തോന്നി. ഈ പരാതി എഴുതിയ 5 പരാതി അതിൽ പറഞ്ഞ സേവ് യൂണിവേഴ്സിറ്റി ഫോറവും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് ഒരിക്കലും ഓർക്കാത്തവരായി പോകും. കാരണം കുമാരനാശാൻ്റെ ദുരവസ്ഥയെ അന്ന് എതിർത്തവരാരാണെന്ന് പേര് പോലും നമുക്കറിയില്ല. ഈ നാട്ടിലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള വലിയ സമരങ്ങൾ നടന്നപ്പോൾ അന്ന് അതിനെ എതിർത്തവരാരാണെന്ന ഓർമ്മ പോലും നമുക്കില്ല. അതുപോലെ കേരള കാലിക്കറ്റ് സർവകലാശാലയെ പരാതി കൊടുത്തവരും ഈ പരാതി എഴുതി പഠിച്ചവരും ഈ പാഠപുസ്തകങ്ങൾ നിരോധിക്കണമെന്ന് പറഞ്ഞവരും കാലത്തിൻ്റെ വിസ്മൃതിയിലേക്ക് പോകും. വേടൻ നിലനിൽക്കും. അതാണ് ചരിത്രം നൽകുന്ന പാഠം. Meet the editors.